അങ്ങനെ ഡുറൻ കപ്പിന്റെ കാര്യത്തിലും തീരുമാനമായിരിക്കുകയാണ്. ട്രോഫി ഇല്ലാത്ത ഒരു ടൂർണമെന്റ് കൂടി കടന്നു പോകുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് ഞാൻ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടോന്ന് അറിയത്തില്ല, ഏതെങ്കിലും ഒരു ട്രോഫി കിട്ടാൻ ഒരു സാധ്യത ഈ ഒരു സ്ക്വാഡുമായിട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഡുറൻ കപ്പായിരുന്നു. കാരണം കോമ്പറ്റീഷൻസ് പൊതുവെ കുറവാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വെച്ച് എന്താണെങ്കിലും അതിലും നമ്മൾ അന്തസ്സായിട്ട് വൃത്തിക്ക് തോറ്റ് പുറത്തേക്ക് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. ക്വാർട്ടർ ഫൈനലിൽ തന്നെ തോറ്റ് പുറത്താകുന്നു ബംഗളൂരു എഫ്.സിക്കെതിരെ. അവസാന നിമിഷത്തിൽ വന്നിട്ടുള്ള ഒരു ഗോളാണ്. സ്കോർ ലൈൻ നോക്കുമ്പോൾ 1-0 എന്നുള്ളതാണ് പറയേണ്ടത്. പക്ഷേ ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നോ, ഒരു ഹൊറിബിൾ ആയിട്ടുള്ളൊരു മത്സരം തന്നെ ആയിരിക്കും മിക്ക ആരാധകർക്കും കിട്ടിയിട്ടുണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ആർമിക്കെതിരെ അല്ലെങ്കിൽ മുംബൈ സിറ്റി എഫ്.സിക്കെതിരെയോ, ഇന്ത്യൻ ആർമി അല്ല CSF, അവർക്കൊക്കെ എതിരെ കളിക്കുന്ന പോലത്തെ ഒരു കളി ISL ക്ലബ്സിനെതിരെ കളിക്കാൻ പറ്റില്ല എന്നുള്ളത് പഞ്ചാബിനെതിരെയുള്ള കളി സൂചിപ്പിച്ചതാണ്. എന്താണെങ്കിലും ബംഗളൂരു എഫ്.സിയുടെക്കെതിരെയുള്ള കളി അത് അടിവരയിട്ട് തന്നെ പറയുന്നു. സോ ഇനി പറയാം, ഇത് പറഞ്ഞ പോലെ ഒരു പ്രീ സീസൺ ടൂർണമെൻ്റ് അല്ലേ, പക്ഷേ നമ്മൾ ഇവാൻ കാണുന്ന പോലല്ലല്ലോ ഈ ഒരു ടൂർണമെൻറ്റിനെ ഒരു സീരിയസ് ടൂർണമെൻ്റ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ബാക്കിപത്രമായിരുന്നു നമ്മൾ പറഞ്ഞ പോലെ മുംബൈ സിറ്റിയുടെ റിസർവ് ടീമിനെതിരെയും അതുപോലെ CSFനെതിരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാഴ്ച. ഇന്നത്തെ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ആ ഒരു മത്സരത്തിലെ ഒരു ഗോൾ സിറ്റുവേഷൻ പറയാം. അവസാന നിമിഷം പറഞ്ഞ പോലെ ഒരു അൺനെസസറി ആയിരുന്നു ആ ഫ്രീ കിക്ക്. അത് നോവച്ച ചെയ്തത്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പലപ്പോഴും പുള്ളി ചെയ്യുന്നൊരു കാര്യമാണത്. അത് കഴിഞ്ഞ് പിന്നെ അതൊരു കോർണറിലേക്ക് പോയിട്ടാണ് ഡയാസിൻ്റെ ഒരു ഫിനിഷ്. സോ 94-ാമത്തെ മിനിറ്റിൽ, അതായത് 4 മിനിറ്റ് ആണ് അഡീഷണൽ ടൈം ഉണ്ടായിരുന്നത്, ആ ഒരു മിനിറ്റിൽ തന്നെ ആ ഒരു ഗോൾ വന്നു എന്നുള്ളതാണ്. ഈ ഒരു മാച്ചിനെ പറ്റി ഇപ്പം ഞാൻ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു കോച്ചിൻ്റെ ഒരു ടാക്ടിക്സ്, ഇപ്പം പലരും ഇപ്പോൾ DJ ഓർമ്മ വന്നു, അല്ലെങ്കിൽ പഴയ കിബുവിക്കൂടെ അല്ലെങ്കിൽ പഴയ ബ്ലാസ്റ്റേഴ്സിനെ ഓർമ്മ വന്നു എന്നൊക്കെ പറയും. പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ ഒരു മത്സരത്തിൽ നമ്മളുടെ പല പ്ലേയേഴ്സും കളിച്ചിട്ടുള്ളത് ഔട്ട് ഓഫ് പൊസിഷനിലാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. ഇപ്പം ഐബാൻ കോഹ്ലി, നമ്മൾ അദ്ദേഹം ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള പ്ലെയറാണ്, അദ്ദേഹം കളിച്ചത് ഒരു റൈറ്റ് ബാക്കിലാണ് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഐമാൻ്റെ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞാണ്, നമുക്ക് റൈറ്റ് വിങ്ങർ വേണം. കളിച്ചത് എവിടെയാണ്? റൈറ്റ് വിങ്ങിലാണ്. അദ്ദേഹം ബേസിക്കലി ലെഫ്റ്റ് വിങ്ങാണ്. പിന്നെ ലൂണയുടെ കാര്യത്തിൽ ഒന്നെങ്കിൽ അദ്ദേഹത്തെ ഒരു ഫ്രീ റോളിൽ 4-2-3-1 അങ്ങനത്തെ ഒരു റോളിൽ അറ്റാക്കിംഗ് മിഡായിട്ട് കളിപ്പിക്കുക, അല്ലെങ്കിൽ പുള്ളി ഒരു ലെഫ്റ്റ് സൈഡഡ് മിഡ്ഫീൽഡറായിട്ട് കളിപ്പിക്കുക. ഇത് പുള്ളി ഒരു റൈറ്റ് സൈഡ് സെൻട്രൽ മിഡ്ഫീൽഡറിനെ പോലെ. അത് പിന്നെ ഐമാനും ലൂണയും തമ്മിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെയൊക്കെയാണ് ഈ രണ്ട് പ്ലേയേഴ്സിനെ ഒന്നും ഈ കഴിഞ്ഞ മാച്ചിലൊരു ചിത്രത്തിൽ പോലും കാണാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നെ പറയാൻ പറ്റുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഈ പറയുന്ന പോലെ ചില ലോങ് ബോൾസ് വന്ന് പെപ്രയുടെയും നോവയുടെയും ചില മുന്നേറ്റങ്ങൾ, അങ്ങനെ 2-3 ഷോട്ട്സ് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരു ഇതും ഉണ്ടായിട്ടില്ല. മിഡ്ഫീൽഡ് ഡെഡായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ ഓരോ പൊസിഷനിൽ പ്ലെയറിനെ വേണം. ഇപ്പം ജിക്സൺ പോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മിഡ്ഫീൽഡിൽ ഒരു പ്ലെയറെ വേണം, അല്ലെങ്കിൽ റൈറ്റ് മിഡ്ഫീൽഡിൽ ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പ്ലെയർ ഇല്ല, നമുക്ക് അവിടെ റൈറ്റ് വിങ്ങിലൊരു പ്ലെയറെ വേണം, അല്ലെങ്കിൽ പിന്നെ റൈറ്റ് ബാക്കിൽ നമുക്ക് ഓപ്ഷൻ. ഇങ്ങനെ ഓരോ പൊസിഷൻസിലും പ്ലേയേഴ്സിനെ വേണം നിരന്തരം പറയുന്നത് എന്താ പറയുക, എൻ്റെ മനസ്സുഖത്തിന് അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് അടിക്കാനൊന്നും അല്ല, ക്ലബിന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സ്ക്വാഡ് വേണം എന്നുള്ളതാണ്. സോ ഓരോ പ്ലേയേഴ്സിനും ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും. ഇപ്പം നമ്മൾ ലൂണ ഒന്നും ഈ ഒരു മത്സരത്തിൽ ചിത്രത്തിൽ പോലും കാണാത്തതൊക്കെ അത് തന്നെയാണ്. കാരണം ഓരോ പൊസിഷനിൽ അവരെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഐമാനെ പറഞ്ഞ പോലെ പഞ്ചാബിനെതിരെയും CSFനെതിരെയും ഐമൻ ഗോൾ അടിച്ചപ്പോഴും ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ആ പൊസിഷനിൽ അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ വേണമെങ്കിൽ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഐമാനെ ലെഫ്റ്റ് വിങ്ങി കളിപ്പിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു AM റോളിൽ സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ കളിപ്പിച്ചില്ലെങ്കിൽ ഐമാനെ കളിപ്പിക്കാതിരിക്കുക, റൈറ്റ് വിങ്ങിൽ ആണെങ്കിൽ കളിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് തോന്നുന്നത്. കാരണം വേറെ പ്രോപ്പറായിട്ടുള്ള റൈറ്റ് വിങ്ങേഴ്സ് വേണമെന്ന്. ഇത് ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയിലാണ് പോകുന്നതെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് കൊയ്ഫ് എത്തിയപ്പം ഒരു 5 man ഡിഫൻസ് പോലെയൊക്കെ ആയി. പിന്നീട് നമുക്ക് സെൻട്രൽ ഫോർവേഡേ ഇല്ലാതെ ആണ് കളിച്ചതെന്ന് പറയാം. കാരണം നോവെ സ്ട്രൈക്കറിനെ പോലെയാണ് കളിച്ചത്. പക്ഷേ പിന്നെ പുള്ളി മിക്കവാറും വിങ്ങിലായിട്ടൊക്കെ തന്നെയാണ് കളിച്ചിരുന്നത്. ലൂണയുടെ കാര്യമാണെങ്കിൽ വിഡ്രോയും ചെയ്താണ് കളിച്ചിരുന്നത്. പക്ഷേ കൊയ്ഫ് വന്നതിന് ശേഷം കുറച്ചും കൂടി ഒരു പിന്നെ മിഡ്ഫീൽഡിലാണെങ്കിലൊക്കെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ബോൾ പ്ലേയിങ് ഒക്കെ ആണെന്നാണ് അതിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും അവിടുത്തെ ബാലൻസ് തെറ്റി എന്നുള്ളൊരു സാഹചര്യമാണ് ഇതിലെടുത്ത് പറയേണ്ടത്. അങ്ങനെ എന്താ പറയുക, നമ്മൾ ഒരു സിനിമയുണ്ടല്ലോ ജഗദീഷ്, ഒരു പ്രതിമ ഇങ്ങനെ നോക്കുമ്പോൾ അവിടുന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിലവിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ബാലൻസ് ഇല്ലായ്മയും കൊണ്ടാണ് ISLലേക്ക് പോകുന്നതെങ്കിൽ
അടപടലമായിരിക്കും, അതിൽ യാതൊരു വിധത്തിലും സംശയമില്ല. ഇത് ഡുറൻ കപ്പിലെ ഇങ്ങനത്തെ ഒരു കളി കൊണ്ട് മാത്രമല്ല, ഇത് നമ്മൾ പലപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോലെയുള്ള സാധാരണ ആരാധകർക്ക് മനസ്സിലാമെങ്കിൽ എന്തുകൊണ്ട് വലിയ ഫുട്ബോൾ എക്സ്പേർട്ടായിട്ടുള്ള ചാണക്യതന്ത്രം മെനയുന്ന മാസ്റ്റർ ക്ലാസ് മെനയുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഒരു ബിഗ് ക്വസ്റ്റ്യൻ തന്നെയാണ് എന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ മത്സരത്തെ പറ്റി പറയാനില്ല, കാരണം വിരസമായിട്ടുള്ള ഒരു കളി, അതിൽ കൂടുതൽ തരത്തിൽ ഒന്നും വിശേഷിപ്പിക്കാൻ ചെയ്യുന്നില്ല. പിന്നെ ഫ്രെഡി ആണ് ഇന്ന് DM റോൾ കളിച്ചത്. അദ്ദേഹം ശോകം കളിയായിരുന്നു, ഇന്ന് വളരെ മോശമായിട്ട് തന്നെയാണ് കളിച്ചത്. പിന്നെ ഡിഫൻസിലാണ് അത്യാവശ്യം ഡീസൻ്റായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം മിലോസ് ഈ ഒരു മാച്ച് 2-3 നല്ല എന്താ പറയുക ക്ലിയറൻസും അതുപോലെ തന്നെ ബ്ലോക്കും ഒക്കെ ഇട്ട് അദ്ദേഹത്തിൻ്റെ എഫേർട്ടിലൊക്കെ മാക്സിമം കളിക്കാനൊക്കെ ശ്രമിച്ചു. അതുപോലെ തന്നെ ഡിഫൻസ് മൊത്തത്തിൽ അങ്ങനെ വലിയ പരാതികൾ എനിക്ക് പറയാൻ തോന്നിയില്ല. സോ അതാണ് ബേസിക്കലി ഈ ഒരു ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഈ ലെസൺസ് എങ്കിലും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇനി 7 ദിവസമേ ഉള്ളൂ. ഇതിൽ നിന്ന് ഇനി ഡിഫൻസീവ് മിഡ്ഫീൽഡർ സൈൻ ചെയ്യുമോ, വിങ്ങറെ സൈൻ ചെയ്യുമോ, സ്ട്രൈക്കറെ സൈൻ ചെയ്യുമോ, ഇവർ ആരെയൊക്കെ സൈൻ ചെയ്യും എന്നുള്ളത് അറിയത്തില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയിലാണ് പോകുന്നതെങ്കിൽ ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. എന്താണെങ്കിലും മറ്റൊരു ഡുറൻ കപ്പ് മത്സരത്തിൽ മോഹൻ ബഗാൻ വിജയിച്ചു. അവരാദ്യം പിന്നിട്ട് നിന്നു, അതിനുശേഷം തിരിച്ചു വന്നു. അതൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു മാച്ച് തന്നെയായിരുന്നു എനിക്ക് പേഴ്സണലി സംബന്ധിച്ചിടത്തോളം. ഈ ഒരു മാച്ച് ബോറിംഗ് ആയിരുന്നെങ്കിലും ഈ മാച്ച് എനിക്ക് BSC അങ്ങനെ അടിപൊളിയായിട്ടൊന്നും കളിച്ചെന്ന് തോന്നില്ല. അവർ പൊസിഷനൊക്കെ കൈവച്ചെങ്കിലും അവർക്കൊക്കെ ഒരുപാട് ചാൻസ് കൺവേർട്ട് ചെയ്യാനൊക്കെ അവസരമുണ്ട്. അങ്ങനെ ഒരു മികച്ച കളിയായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഈ പഞ്ചാബ് FC മോഹൻ ബഗാൻ മാച്ച് തിരിച്ചടിയൊക്കെ ആയിട്ട് വളരെ ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു. 3-3 എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് പോയി. പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പോയി. പെനാൽറ്റി ആദ്യം തന്നെ മോഹൻ ബഗാൻ മിസ് ചെയ്തിട്ട് അവസാനം ഗോൾ കീപ്പർ സേവ് നടത്തിയാണ് വീണ്ടും സഡൻഡത്തിൽ പോയിട്ട് മോഹൻ ബഗാനൊക്കെ വിജയിക്കാൻ പറ്റിയത്. എന്താണെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞ സെമിയിലേക്ക് ഈ കളിയും വെച്ച് പോകാതിരുന്നത് നന്നായി. കാരണം നമ്മൾ പറഞ്ഞ പോലെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി പിടിച്ച് കയറാനുള്ള പരിപാടിയായിരുന്നു തോന്നുന്നു. സോ അതായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ ഒരു സ്ട്രൈക്കറെ മാറ്റി, ആകെ ഉണ്ടായിരുന്ന ഒരു സ്ട്രൈക്കർ, അദ്ദേഹം സ്ട്രൈക്കറായിട്ട് പൊസിഷനിൽ പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പെപ്പറ കൂടുതലും അദ്ദേഹം വിഡ്രോൺ ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ്, അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹത്തെ മാറ്റി ഒരു ഡിഫൻഡറെ കൊണ്ടുവന്ന് സ്ട്രൈക്കറിലാണ്ട് കളിപ്പിച്ചതിൻ്റെ ലക്ഷ്യം നമ്മൾ പെനാൽറ്റിയിലേക്ക് പോകാന്നുള്ളതാണ്. അപ്പോൾ ആ പ്ലാനും പാളി. ഈ കളിയായിട്ട് മോഹൻ ബഗാനെതിരെ പോയി കഴിഞ്ഞാൽ 4-5 വാങ്ങി കൂട്ടാമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും ബംഗളൂരു ഫാൻസ് ആഘോഷിക്കട്ടെ. അവർക്ക് അടുത്ത മത്സരം വരാൻ പോകുന്നത് എന്താണെങ്കിലും മോഹൻ ബഗാനെതിരെയാണ്. ഇപ്പം നോർത്ത് ഈസ്റ്റ് ഷില്ലോങ് ആണ് മറ്റൊരു സെമി ഫൈനൽ. സോ അതൊക്കെയാണ് പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഉറപ്പായിട്ടും കമ്പോസ് സൈനിക